അതിനും തയ്യാറാണ്, മരിക്കാനും ഞങ്ങൾ തയ്യാറാണ്. ഈ 50 ദിവസം കൊണ്ട് രാവും പകലും ഞങ്ങൾ മഴയും വെയിലും വെള്ളവും എല്ലാം കൊണ്ട് നേരെ ഒരു നേരം ആഹാരത്തിന് പോലും വഴിയില്ലാതെ ഞങ്ങൾ എന്തിനാ ഈ സർക്കാർ വാശി പിടിക്കുന്നത്? ആരോടാ വാശി പിടിക്കുന്നത്? വോട്ട് കൊടുത്ത ഞങ്ങളോടാ വാശി പിടിക്കുന്നത്. വോട്ട് കൊടുത്ത് ഞങ്ങൾ ആത്മാർത്ഥ സ്നേഹിച്ച കുടുംബത്തിലുള്ള ഞങ്ങൾക്ക് എന്തോന്നും നേടാൻ സർക്കാരിന് എന്തോന്നും നേടാൻ ഞങ്ങളോട് വാശി കാണിക്കണം. വേറെ 232 രൂപ വാങ്ങുന്ന ഞങ്ങളോട് എന്തിനാ സാറുമാരെ? നിങ്ങളെല്ലാവരും കാണുന്നില്ലേ? ഇവിടെ കണ്ട് അനുഭവിക്കുന്നത് കാണുന്നില്ലേ? രാപ്പകൽ സമരമാണ്. നമ്മളുടെ ദിവസം 232 രൂപയ്ക്കാണ് കേരളത്തിൽ ആശാവർക്കർമാർ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. ആ തുച്ഛമായ വേതനം കൊണ്ട് ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇത്തരമൊരു സമരവുമായി സെക്രട്ടേറിയറ്റിൽ വന്നിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ഓഗസ്റ്റ് 16 അതിനുശേഷം ജനുവരിയിലും വലിയ സമരം നടത്തി ആരോഗ്യമന്ത്രിക്ക് പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ട് നിവേദനം കൊടുത്തിട്ട് പരിഗണിക്കാത്ത ഒരു സാഹചര്യത്തിലാണ് നമ്മളിങ്ങനെ ഒരു വ്യാപക സമരം. അത് നമ്മൾ ജനുവരിയിൽ കാറുകളിൽ യാത്രക്കാറുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നവന് അവനെന്തറിയണം? കുടുംബങ്ങളെ കയറ്റി 2 വർഷവും 3 വർഷവും കയറ്റി ഇരുത്തിക്കൊണ്ട് മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ അവർ ആജീവനാന്ത പെൻഷനും ആനുകൂല്യങ്ങളും വാങ്ങിച്ചു കൊടുക്കുന്നു. ഈ പാവപ്പെട്ട വെയിലത്തും മഴയത്തും പണിയെടുക്കുന്ന ഈ ആശാവർക്കർ ഇതുപോലെ കഷ്ടതഅനുഭവിക്കുന്ന ഒത്തിരി തൊഴിലാളികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. സ്നേഹമുള്ളവരെ, നമ്മുടെ സഹോദരിമാർ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപകൽ സമരം നടത്തുന്നു. അവരുടെ ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിക്കുവാൻ സർക്കാർ ഒറ്റയ്ക്ക് വിളിക്കുക പോലും ചെയ്തിട്ടില്ല. അവരുടെ ഇന്നത്തെ ഈ കിട്ടുന്ന വരുമാനം കൊണ്ട് അവർക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് അവർ ശക്തമായി ഇവിടെ ബോർഡുകളൊക്കെ എഴുതി വെച്ചാണ് ഈ സമരം നടത്തുന്നത്. അപ്പോൾ നമ്മുടെ തൊഴിലാളി പ്രസ്ഥാനങ്ങളെ മൊത്തത്തിൽ തന്നെ അവഗണിക്കുകയാണ് ഈ സർക്കാർ ചെയ്യുന്നത്. ആശാപ്രവർത്തകരുടെ ജീവൻ മരണ പോരാട്ടം എന്ന് വിശേഷിപ്പിക്കാവുന്ന സമരം തുടങ്ങിയിട്ട് 1.5 മാസം പിന്നിട്ടിരിക്കുന്നു. ദിവസം 232 രൂപ എന്നത് തുച്ഛമായ തുകയാണെന്ന് ഭരണാധികാരികൾക്ക് അറിയാൻ പാടില്ലാത്തതല്ല. കേന്ദ്ര ഗവൺമെൻറ്റിനെ കുറ്റം പറയുകയും തങ്ങൾക്കൊന്നും ഇക്കാര്യത്തിൽ ചെയ്യാൻ കഴിയില്ലെന്ന് പറഞ്ഞൊഴിയുകയും ചെയ്യുന്ന തൊഴിലാളി വിരുദ്ധ നിലപാട് ഒരു ഇടതുപക്ഷ സർക്കാരിന് ഒരിക്കലും ഭൂഷണമല്ല. ആരോഗ്യരംഗത്ത് നിസ്തൂല സേവനം നടത്തുന്ന ആശാപ്രവർത്തകരുടെ ആവശ്യം ജനാധിപത്യ വിശ്വാസികൾക്കോ മനസാക്ഷിയുള്ളവർക്കോ കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയില്ല. നിരാഹാര സമരം നടന്നുകൊണ്ടിരിക്കുന്ന ഈ വേളയിൽ അധികാരികളെ കണ്ണു തുറപ്പിക്കാൻ മുടിമുറിക്കൽ സമരരീതിയും നടന്നുവരുന്നു. ദാരിദ്ര്യം അനുഭവിച്ചവർക്ക് മാത്രമേ അവരുടെ ദുരിതങ്ങൾ മനസ്സിലാകൂ. ഭരണത്തിലിരിക്കുന്നവരിൽ അത്തരം ചുറ്റുപാടിൽ നിന്നും വരുന്ന ആൾക്കാർ ഇല്ലെന്ന് തന്നെ പറയേണ്ടി വരും. ജീവത്യാഗം ചെയ്തും തങ്ങളുടെ ആവശ്യം നേടിയെടുക്കുമെന്ന ദൃഢനിശ്ചയത്തോടെ സമരം ചെയ്യുന്ന ആശാപ്രവർത്തകരെ അത്തരം അവസ്ഥയിലേക്ക് കൊണ്ടുപോകാതെ ന്യായമായ രീതിയിലെങ്കിലും ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്ന നിലപാട് ഗവൺമെൻറ് കൈക്കൊള്ളുമെന്നാണ് കരുതുന്നത്. ഞങ്ങൾ മരിക്കണോ? അതിനും തയ്യാറാണ്, മരിക്കാനും ഞങ്ങൾ തയ്യാറാണ്. ഈ 50 ദിവസം കൊണ്ട് രാവും പകലും ഞങ്ങൾ മഴയും വെയിലും വെള്ളവും എല്ലാം കൊണ്ട് നേരെ ഒരു നേരം ആഹാരത്തിന് പോലും വഴിയില്ലാതെ ഞങ്ങൾ എന്തിനാ ഈ സർക്കാർ വാശി പിടിക്കുന്നത്? ആരോടാ വാശി പിടിക്കുന്നത്? വോട്ട് കൊടുത്ത ഞങ്ങളോടാ വാശി പിടിക്കുന്നത്. വോട്ട് കൊടുത്ത് ഞങ്ങൾ ആത്മാർത്ഥ സ്നേഹിച്ച കുടുംബത്തിലുള്ള ഞങ്ങൾക്ക്